ഇന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്ത് ഈ അധ്യയന വർഷം തുടങ്ങുകയാണ്. ഏറ്റവും സന്തോഷകരമായി കുഞ്ഞുങ്ങളെല്ലാവരും ഇന്ന് സ്കൂളിൽ പ്രവേശനം നേടുകയും അതോടൊപ്പം തന്നെ പഠനം പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഈ പ്രവേശന ദിവസം കരഞ്ഞും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ഒക്കെ തേറിയുമൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇരിക്കാനും ഒക്കെ ഞങ്ങളൊക്കെയും ഒത്തിരി പ്രയാസപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇന്നതല്ല. ഇതുപോലെയുള്ള ആലങ്കാരികമായ ആഘോഷപൂർവമായ പ്രവേശനോത്സവത്തോടു കൂടിയാണ് നമ്മളിന്ന് ഈ അധ്യയന വർഷം തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ അധ്യയന വർഷം ഏറ്റവും അനുഗ്രഹപ്രദമായി പഠനം പൂർത്തിയാക്കി തുടർ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കത്തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇനിയും പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ മീറ്റിംഗൊക്കെ ഉണ്ട്, അന്നേരം നമുക്ക് കൂടുതലായി സംസാരിക്കാം. ഇപ്പോൾ ഈ ഇവിടുന്ന് പ്രൊസഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രവർത്തനം നമ്മളുടെ സ്കൂളിൻ്റെ കെട്ടുറപ്പിന് പുതിയ അധ്യയന വർഷത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു കൂട്ടയെന്ന് ആശംസിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തു. 1ാം ക്ലാസ്സിലെ കുട്ടികളെ, അതുപോലെ LKG പുതുതായി വന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുന്നോട്ട് 1ാം ക്ലാസ്സുകാർ മാത്രം പോയാൽ മതി. KGയിലെ പിള്ളേർ പോയ KGയിൽ 53,000 കുട്ടികളുടെ കുറവാണ് അനുഭവം. 53,000 കുട്ടികളുടെ കുറവ്. എന്നാൽ 2,44,000 കുട്ടികളാണ് ഇന്ന് പുതിയതായി സ്കൂളിലേക്ക് പ്രവേശനം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 53,000 കുട്ടികൾ കുറവ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ബഹുമാനപ്പെട്ട മോളബിഷാജി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സ്കൂളിൽ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏതാണ്ട് 11 കുട്ടികളോളം പ്രവേശനം നേടി രാജാക്കന്മാരായി നമ്മൾ അവരെ ഇവിടെ ആദരിച്ചിരുത്തിയിരിക്കുകയാണ്. അവർക്ക് വലിയ കിരീടമൊക്കെ കൊടുത്ത് ഇന്നത്തെ രാജാക്കന്മാരാണ് അവർ. നിങ്ങൾ രാജാക്കന്മാരായിരുന്നു, രാജാവും രാജ്ഞിയുമാണ്. നിങ്ങളെ ആദരിക്കുകയാണ് ഇന്ന് ഈ സമൂഹം. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ നേടി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, അതാണ് സ്കൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഈ സ്കൂളിൽ നിന്നും പുറത്തു പോകുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുമ്പോൾ, ഉയർന്ന ക്ലാസ്സിലേക്ക് നേടുമ്പോൾ അവിടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി തിരിച്ചറിയാൻ കഴിയും. ഇത് പുതുശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിൽ പഠിച്ച കുട്ടികളാണ്. അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട്. അവരുടെ പെരുമാറ്റം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ക്ഷമാപണം ചോദിക്കുന്നു. കാരണം ആദ്യം തന്നെ ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ 2 സ്കൂളിൽ വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. കാരണം ഒന്ന് എൻ്റെ വാർഡിലെ തന്നെ ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ ഒരു ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്ലുപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സാങ്കേതികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് എനിക്ക് അവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുള്ളതാണ് താമസിച്ചത്. എങ്കിലും ഇവിടെ ഓടിയെത്തുക എന്നുള്ളൊരു നിഷ്ഠയായിരുന്നു. അതുകൊണ്ടായിട്ട് ഇന്ന് പഞ്ചായത്ത് തല പ്രവേശനോത്സവമാണ് ഇതിന് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ കല്ലുപ്പാറ ചാക്കോപ്പ സ്കൂളിലായിരുന്നു. നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മുടെ ടീച്ചർ അത് തിരിച്ചവർ ഏറ്റെടുക്കുകയായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് നടത്താൻ ഇവിടെ സാധിച്ചു. കാരണം ഞാൻ ഇടയ്ക്കിവിടെ വിളിക്കുമ്പോൾ ഇവിടെ കൊട്ടും പാട്ടുമൊക്കെ കേട്ടു. അപ്പോൾ വളരെ ആർഭാടമായിട്ട് തന്നെ പ്രവേശനോത്സവം നടത്തി എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്ക് അറിയാം, ഇന്നിപ്പം 24-25 വർഷത്തെ അധ്യയന വർഷമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടിയിലെ ടീച്ചർ അവിടുത്തെ കുഞ്ഞുങ്ങളെ എത്ര പേര് വരാൻ പറ്റുമോ അത്രയും പേര് നമ്മുടെ സ്കൂളിലേക്ക് വിടുവാൻ തക്കവണ്ണമുള്ള താല്പര്യം കാണിക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ്. അതുപോലെ ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചറെയും, സുജ ടീച്ചറെയും ഒക്കെ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. പൂവിലൂറുന്ന പുഞ്ചിരിയും നീ തന്നെ, പുസ്തകം നൽകും ജ്ഞാനവും നീ തന്നെ. പൂവിലൂറുന്ന പുഞ്ചിരിയും നീ തന്നെ, പുസ്തകം നൽകുന്ന ജ്ഞാനവും നീ തന്നെ. അപ്പം പുഷ്പങ്ങളെ പോലെ നിഷ്കളങ്കരായി നമ്മുടെ ഈ സ്കൂളിൽ പ്രവേശനം നേടിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ ഈ സ്കൂളിന് വലിയ ചുമതലയും കടമയുമുണ്ട്. ജന്മം കൊണ്ട് മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ധാരാളം കഴിവുകൾ അവരിലുണ്ട്. നൈസർഗികമായ ധാരാളം കഴിവുകൾ ഓടുകൂടിയാണ് കുഞ്ഞുങ്ങളെ അവരെ ഈ മാതാപിതാക്കൾ ഈ ഇവിടുത്തെ അധ്യാപകരെ ഏൽപ്പിക്കുന്നത്. ആ നൈസർഗികമായ കഴിവുകളെ വികസിപ്പിച്ച് ഒരു ഉത്തമ വ്യക്തിയായി സമൂഹത്തിന് നൽകുക, ഒരു ഉത്തമ പ്രോഡക്റ്റായി സമൂഹത്തിന് നൽകുക എന്നുള്ള ഉത്തരവാദിത്വമാണ് സ്കൂളിന്. സ്കൂളിൽ ഏതാണ്ട് 5-8 മണിക്കൂർ മാത്രമേ കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്നുള്ളൂ. എങ്കിലും പാഠപുസ്തകങ്ങളിലെ ജ്ഞാനവും അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവും അവരുടെ പരിജ്ഞാനവും അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു സ്വഭാവത്തിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ഈ പേരൻസ് ഈ വിദ്യാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ മാതാപിതാക്കളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഏത് സ്കൂളിൽ പോകുന്നു, എവിടെ പഠിച്ചു എന്നുള്ളതല്ല. കാരണം നമ്മുടെ ബേസിക് നമുക്കറിയാം. നമ്മളൊരു കാലഘട്ടം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കൊക്കെ പോയി എല്ലാം തിരിച്ചു വരവായി. ഏതാണോ നമ്മുടെ ഇപ്പം നമ്മുടെ ബേസിക്കായിട്ട് കിട്ടുന്ന അറിവ്, വിദ്യാഭ്യാസം മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. അതിനോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾ, മറ്റ് സ്വഭാവ രൂപീകരണം, അങ്ങനെയുള്ള ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ഓരോ അറിവുകളും പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസം എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസമുള്ളൂ. ഇവിടെ അതിൻ്റെ ഏറ്റവും പ്രശസ്തരായ 2 പേരും ഇരിപ്പുണ്ട്. നമുക്കറിയാം, അവർ 2 പേരും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ ജോലി ചെയ്ത് ഇവരെ ഈ സ്കൂളിൽ ചേർത്ത, പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത ഇവരുടെ മാതാപിതാക്കൾ അവർക്ക് ജന്മം നൽകി അവരെ ഇത്രയും നാളും വളർത്തി അംഗനവാടിയിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ പഠിപ്പിച്ച് ഇവിടെ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയെടുത്ത നമ്മുടെ മാതാപിതാക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ചെറിയാൻ സാർ, അതുപോലെ തന്നെ കല്ലുപ്പാറ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ മെമ്പറായി സേവനമനുഷ്ഠിക്കുന്ന ജ്യോതി മെമ്പർ, SSG മെമ്പേഴ്സ്,
പിന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിശിഷ്ടാതിഥി കൂടിയുണ്ട്. നമ്മുടെ ഇന്നത്തെ പുതുതായിട്ട് വന്നു ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണ വിതരണം നടത്താനായിട്ട് പഠനോപകരണങ്ങൾ നൽകി തന്ന ഞാൻ അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്നിരിക്കുന്ന ഈ സ്കൂളിലേക്ക് വന്നിരിക്കുന്ന പുതിയതായിട്ട് പ്രവേശനോത്സവത്തിൽ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കടന്നു വന്നിരിക്കുന്ന അവരുടെ മാതാപിതാക്കളെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിലേക്ക് പുതുതായിട്ട് 1ാം ക്ലാസ്സിൽ 11 കുട്ടികളാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ 3ാം ക്ലാസ്സിലേക്കും ഒരു കുട്ടി വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ LKG ക്ലാസ്സുകളിലേക്ക് 10ഓളം കുട്ടികൾ വന്നു ചേർന്നിട്ടുണ്ട്. LKG കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് വിളിച്ചോട്ടെ. അധ്യക്ഷ
ഈ വാർഡിലെ മെമ്പർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീമതി മോളിക്കുട്ടി ഷാജി, യോഗം ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ജോയ് സാറ്, പെരുമാൾ സാറ്, എൻ്റെ സഹപ്രവർത്തകരായ ജ്യോതി, രതീഷ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ക്ഷമാപണം ചോദിക്കുന്നു. കാരണം ആദ്യം തന്നെ ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ 2 സ്കൂളിൽ വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. കാരണം ഒന്ന് എൻ്റെ വാർഡിലെ തന്നെ ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ ഒരു ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്ലുപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുള്ളതാണ് താമസിച്ചത്. എങ്കിലും ഇവിടെ ഓടിയെത്തുക എന്നുള്ളൊരു നിഷ്ഠയായിരുന്നു. അതുകൊണ്ടായിട്ട് കാരണം ഇന്ന് പഞ്ചായത്ത് തല പ്രവേശനോത്സവമാണ് ഇവിടെ ഇന്ന് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ കല്ലുപ്പാറ ചാക്കോപ്പാറ സ്കൂളിലായിരുന്നു. നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മുടെ ടീച്ചർ അത് വന്ന് ഏറ്റെടുക്കുകയായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് നടത്താൻ ഇവിടെ സാധിച്ചു. കാരണം ഞാൻ ഇടയ്ക്ക് ഇവിടെ വിളിക്കുമ്പോൾ ഇവിടെ കൊട്ടും പാട്ടുമൊക്കെ കേട്ടു. അപ്പോൾ വളരെ ആർഭാടമായിട്ട് തന്നെ പ്രവേശനോത്സവം നടത്തി എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്ക് അറിയാൻ ഇന്നിപ്പം 24-25 വർഷത്തെ അധ്യയന വർഷമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ എന്തിനാണ് ഈ സ്കൂളിൽ വന്നെന്ന് പോലും അറിയാൻ വയ്യാത്ത കുരുന്നുകളാണ് ഇന്നിവിടെ ആദ്യ അക്ഷരം കുടിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം അവരെയൊക്കെ 100% ഇവിടുത്തെ ടീച്ചേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ നയത്തിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ഈ പേരൻസ് ഈ വിദ്യാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ മാതാപിതാക്കളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്.